ഹായ് ഫ്രണ്ട്സ്, ഐ എം എഡിഎക്സ്. അപ്പോൾ തുടക്കം കണ്ടു. നമ്മുടെ വിസ്മയ മോഹൻലാലിൻ്റെ ആദ്യത്തെ സിനിമയാണ്. ജൂഡ് ആൻ്റണിയാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. അതേപോലെ സ്റ്റോറി ജൂഡ് ആൻ്റണി, അഖിൽ കൃഷ്ണ, അതുപോലെ ലിനീഷ് നെല്ലിക്കൽ, ഇവർ മൂന്നുപേരും കൂടെയാണ് അത് എഴുതിയിരിക്കുന്നത്. വിസ്മയ മോഹൻലാൽ കൊള്ളാം, കുഴപ്പമില്ല. ഒരാദ്യത്തെ സിനിമയാണെന്നുള്ള ഫീലൊന്നുമില്ല. നമുക്ക് എന്താ പറയുക, ഇഷ്ടപ്പെടും. പിന്നെ അത്ര വലിയ ഒരു അഭിനയിക്കേണ്ടതായിട്ടുള്ള വലിയ ഒരു അങ്ങനത്തെ ഒരു സിനിമ ഒരു കഥയൊന്നുമല്ല. അതുകൊണ്ട് എന്നാലും ആദ്യത്തെ സിനിമയാണെന്ന് നമുക്കിങ്ങനെ തോന്നത്തൊന്നുമില്ല. ഷീസ് ഓക്കെ. അതേപോലെ എടുത്തു പറയേണ്ടത് നമ്മുടെ ആൻ്റണി പെരുമ്പാവൂരിൻ്റെ മോനാണ് വില്ലൻ. നല്ല നൈസായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. അടിപൊളിയാണ്. നല്ല കിടിലൻ വില്ലൻ. നല്ല രസമാണ്. പുള്ളി നല്ല പൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് പുള്ളിനെ. പുള്ളിയുടെ ഒരു എന്താ പറയുക, പുള്ളി അങ്ങനത്തെ ഒരാളാണെന്ന് കാണിക്കുന്ന ആ ഒരു സംഭവമൊക്കെ നല്ല എഫക്റ്റീവായിട്ടാണ് പുള്ളി ആക്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. മോഹൻലാലിൻ്റെ ക്യാമിയോ റോളുണ്ട്. ബേസിക്കലി എനിക്കത്ര വർക്കായില്ല. ശരിക്കും എനിക്കത്ര വർക്കായില്ല എന്നുള്ളതാണ് സത്യം. ലാലേട്ടൻ ആ ഒരു റോൾ ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. വേണ്ടായിരുന്നു എന്നുള്ളൊരു അഭിപ്രായമാണ് എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നിയത്. ഇപ്പോൾ ഈ പറയുന്ന പോലെ മോഹൻലാലിൻ്റെ ഒരു സംഭവം നമുക്കറിയാം. പുള്ളി ഒന്നിനും പ്രൂവ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ അത് ഈ സിനിമയിലും കൂടെ ആഡ് ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു എനിക്കങ്ങനെ തോന്നി. എനിക്കറിയില്ല. എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ബാക്കിയുള്ള ആക്ടേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ മനോജ് കെ ജയനുണ്ട്, സായ് കുമാറുണ്ട് അച്ഛനായിട്ട്, പിന്നെ ജിവിൻ ഗോപിനാഥ്, പിന്നെ ജാഫർ ഇടുക്കി, ഗണേഷ് കുമാർ, ബോബി കുര്യൻ, ജയാക്കുറുപ്പ്, ചിപ്പി, അങ്ങനെ എല്ലാ കാസ്റ്റിങ്ങൊക്കെ അത്യാവശ്യം നല്ലതാണ്. പിന്നെ നമ്മുടെ ആ കോമഡി ഇതിലൊക്കെ ഉണ്ടായിരുന്ന അശ്വിൻ എന്ന് പറയുന്ന പുള്ളിയുടെ ഈ റോൾ എനിക്ക് തോന്നുന്നു നമ്മളെ സാധാരണ സിനിമകളിൽ എന്നെ വെറുപ്പിക്കലായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യാറ്. പക്ഷേ ഇത്തവണ പുള്ളി അത് അത്യാവശ്യം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ മ്യൂസിക് പറയുകയാണെങ്കിൽ ജെസ്പി ജോയും കൊള്ളാം, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എഡിറ്റിംഗ് ഒന്നും വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു. അത്യാവശ്യം നല്ല എഡിറ്റിംഗ് തന്നെയായിരുന്നു ചമൻ ചാക്കോ. അപ്പോൾ ഇതൊക്കെയാണ് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു വൺ ടൈം വാച്ചബിൾ മൂവിയാണ് തുടക്കം. സോ എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. നല്ല ഫാമിലി ഓഡിയൻസൊക്കെ വരുന്നുണ്ട് സിനിമയ്ക്ക്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി പടം കാണുക. നല്ല ഞാൻ പറയില്ലേ, അത്യാവശ്യം കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു വൺ ടൈം വാച്ചബിൾ മൂവിയാണ്. അപ്പോൾ എല്ലാവരും പോയി തിയേറ്ററിൽ പോയി തന്നെ സിനിമ കാണുക. താങ്ക്സ്.